മുടി ഇനി എത്ര ഡ്രൈ ആയി ഫ്രിസി ആയിട്ടിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം എന്നതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈ ഹെയർ ആയിട്ടിരിക്കുമായിരുന്നു എൻ്റെ ഹെയർ വന്നിട്ട്. നല്ലോണം സ്പ്ലിറ്റ്നെസ് ഉണ്ടായിരുന്നു, ഡ്രൈനെസ് ഉണ്ടായിരുന്നു, മൊത്തത്തിൽ ഒരു ജട പിടിച്ച അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശരിക്കുള്ള കോലം കാണിച്ചു തരാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ നല്ലോണം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു അടിപൊളി ഹോം റെമഡി ഹെയർ പാക്കാണ് ഇത് വന്നിട്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വന്നിട്ട് ഓയിലിംഗ് ആണ്. നല്ലോണം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തലയ്ക്ക് നല്ലൊരു റിലാക്സിങ് ആവും, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് എണ്ണ എടുക്കുന്നത് വെച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പച്ചവെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് റോസ്മേരി എസെൻഷ്യലും കൂടെ ഒഴിച്ച് അതിൽ മുക്കി ചെറിയൊരു ഹോട്ട് ആക്കിയതിന് ശേഷം ഒരു ഹോട്ട് ഓയിൽ മസാജാണ് ഞാൻ കൊടുക്കുന്നത്. മിക്ക എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഞാനും പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, മുടിയിൽ മാത്രം എണ്ണ പുരട്ടി നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടത്തില്ല. നമുക്ക് മെയിനായിട്ട് ഹെയർ വേണ്ടുന്നത് നമ്മുടെ സ്കാൽപ്പിലാണ്. അപ്പം സ്കാൽപ്പിൽ പുരട്ടുന്ന സമയത്താണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ നെയിൽസ് വെച്ച് നിങ്ങൾ മസാജ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചില്ല അതേ കണക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് വേണം മസാജ് ചെയ്യാൻ. കറക്റ്റ് എല്ലായിടത്തും നമ്മൾ സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കാം. ദെൻ അതിന് ശേഷം മാത്രം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുടി കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതേ കണക്ക് 2 പാർട്ടീഷൻ എടുക്കാം. നോക്കുക, എൻ്റെ മുടിയുടെ കോലം വന്നിട്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ അത് ഇതേ കണക്ക് കുറച്ച് എണ്ണ എടുത്ത് 2 കയ്യിൽ നിന്ന് ഇതുപോലെ പുരട്ടിയതിന് ശേഷം ആ കയ്യിൽ എണ്ണ വെച്ചിട്ട് വേണം തലയിൽ ഉടക്കെടുക്കാൻ വേണ്ടിയിട്ട്. ഉടക്കെടുക്കുമ്പോൾ ഒരിക്കലും വലിച്ച് ചീപ്പ് വെച്ച് അങ്ങനെയൊന്നും എടുക്കാൻ നിൽക്കല്. കൈ വെച്ചിട്ട് തന്നെ കുറച്ച് എണ്ണമായം എടുത്തിട്ട് നമ്മൾ പത്തിരിയൊക്കെ അടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ പുരട്ടിയിട്ട് പത്തിരി അടിക്കത്തില്ലേ, അതേ കണക്ക് കുറച്ച് എണ്ണ എടുക്കുക, നമ്മുടെ തലയിൽ ഉടക്കെടുക്കുക. വീണ്ടും കുറച്ച് എണ്ണ എടുക്കുക, തലയിൽ ഉടക്കെടുക്കുക. അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മുടെ മുടിയിൽ എല്ലായിടത്തും ആ എണ്ണ എത്തത്തുള്ളൂ. എൻ്റെ ഹെയർ ഗ്രോത്തിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായ ഒന്നാണ് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് വന്നിട്ട്. ഞാൻ എല്ലാ ദിവസവും ചെയ്തൊന്നുമില്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി ഒരു 1 ടൈം മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 20 വേണമെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ പാക്കിൽ പറയുന്ന ഐറ്റംസ് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം തന്നെ വന്നിട്ട് മുട്ടയാണ്. അപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ മിക്ക എല്ലാവർക്കും വരും, അയ്യോ ഒരു വല്ലാത്ത സ്മെല്ലാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ മുട്ട എടുക്കുമ്പോൾ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ, മഞ്ഞ എടുക്കുന്നില്ല. എനിക്കും മഞ്ഞയുടെ സ്മെല്ല് ഒട്ടും തന്നെ പറ്റത്തില്ല, വല്ലാത്തൊരു സ്മെല്ലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാനൊക്കെ വരും. പക്ഷേ മഞ്ഞ എടുത്താൽ അത്രയും നമുക്ക് നല്ലതാണ് കേട്ടോ. മുട്ടയുടെ സ്മെല്ല് കുഴപ്പമില്ലാത്തൊരു മഞ്ഞയും വെള്ളയും എടുത്താൽ നല്ല പ്രോട്ടീനാണ് നമ്മുടെ ഹെയറിന് നൽകുന്നത്. എനിക്ക് അതൊട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. വെള്ളം സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്, വെള്ളം മസ്റ്റായിട്ട് വേണ്ടുന്നതാണ്. അപ്പം നാളെ മഞ്ഞ എടുത്ത് ഇതേ കണക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബുൾസ് അടിച്ചോ വല്ലതും നമുക്ക് കഴിക്കാൻ, വെറുതെ എന്തിനാ വേസ്റ്റാക്കി കളയുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. നിങ്ങൾ ഒന്നെങ്കിൽ കടലമാവ് ഇല്ലെങ്കിൽ പയറുപൊടി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ആഡ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കല്ല കേട്ടോ. ഈ ഒരു പാക്കിലൂടെ നമ്മുടെ ഹെയറിലെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും പോകുന്നത് മാത്രമല്ല, നമ്മുടെ ഹെയർ നല്ലോണം സ്ട്രോങ് ആയിട്ടിരിക്കാനും നല്ലോണം സിൽക്കി ആയിട്ട് കിടക്കാനും വേഗം തന്നെ നമ്മുടെ മുടിയിലെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസാണ് ഇത് മെയിനായിട്ട് എടുത്തേക്കുന്നത്. അതിലൊരു മെയിൻ ഐറ്റം തന്നെയാണ് മുട്ട വന്നിട്ട്. വീക്കിലി ഒരു തവണയെങ്കിലും നിങ്ങളൊരു പാക്ക് കണ്ടിന്യൂസ് ഒരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കി. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യാനാണ്. ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ മുടി മുരടിച്ച് നിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്ത പാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മുട്ടയും നമ്മുടെ കടലമാവും നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേനാണ്, നമ്മുടെ ഹണിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാബറിൻ്റെ തേനാണ്. നിങ്ങൾക്ക് ഏത് തേനാണ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ അല്ലാതെ നമ്മൾ തേൻ എടുക്കത്തില്ലേ, അങ്ങനെയുള്ളെങ്കിൽ അതും എടുക്കാം. ഞാൻ കുറച്ചധികം നാളും കൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇതുവരെ മാറ്റി അപ്ലൈ ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ കടലമാവ് പെട്ടെന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതേ കണക്ക് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കും. പിന്നെ ഒരിക്കലും ഹണി സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്. ഹണി നമ്മുടെ ഈ ഒരു പാക്കിൽ മെയിൻ ഐറ്റം തന്നെയാണ്. നമ്മുടെ ഹെയർ നല്ലോണം നറിഷ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് നമ്മുടെ സാധാ വെള്ളമല്ല വേണ്ടുന്നത്, നമ്മുടെ കഞ്ഞിവെള്ളമാണ്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം എടുക്കാം. തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ കയ്യിൽ എടുത്തപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളം കിട്ടിയില്ല, അമ്മ എടുത്ത് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്നത്തെ കഞ്ഞിവെള്ളമാണ് കിട്ടിയത്. തലേന്നത്തെ കഞ്ഞിവെള്ളം മാക്സിമം എടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഒന്നും കൂടെ കിട്ടും കേട്ടോ. അതും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാട് കാണും, ഈ കടലമാവ് പെട്ടെന്ന് കട്ടി പിടിക്കും. അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചാണ്ട് ഇങ്ങനെ സ്പൂണൊന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയും തേനും കടലമാവും എല്ലാം കൂടെ മിക്സായിട്ട് നമുക്കൊരു ക്രീമി രീതിയിൽ കിട്ടും.
അപ്പോൾ മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി ഒരു ക്രീമി രീതിയിൽ എടുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഐറ്റം ആഡ് ചെയ്യും. അത് വേറെ ഒന്നും തന്നെയല്ല, റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഇതെൻ്റെ 7ാമത്തെയോ 8ാമത്തെയോ ബോട്ടിലാണ്. എനിക്ക് അത്രയ്ക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹെയർ ഗ്രോത്തിന് എനിക്ക് നല്ലോണം വളരാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടായിട്ടാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വന്നിട്ട്. ഞാനും ഫസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിച്ചിട്ട് ഒട്ടും ഇത്ര റിസൾട്ട് കിട്ടുന്നു, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ലൈഫിലൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് റോസ്മേരി എസെൻഷ്യലോട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 1-2 ഡ്രോപ്പ്, അതിൽ കൂടുതൽ ഒന്നും തന്നെ ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളം കൂടിപ്പോയതുകൊണ്ട് തന്നെ നമ്മുടെ പാക്ക് ഒന്ന് ലൂസായിപ്പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീമി രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറഞ്ഞ ഐറ്റംസ് അതേ കണക്ക് തന്നെ എടുക്കണം. ഇനി ഞാൻ എങ്ങനെ നമ്മുടെ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. ഈ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ മാക്സിമം നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ മസാജൊക്കെ കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഇതേ കണക്ക് അത്യാവശ്യം നല്ല ഓയിലായിട്ട് കിടപ്പുണ്ട്. ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഹെയറിൽ ഡ്രൈനെസ് ഒരുവിധം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിലും നല്ലോണം ഓയിലായിട്ടുണ്ട്. ആ ഓയിൽ ഇറങ്ങി എൻ്റെ മുഖത്തും പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു എണ്ണമയം പോലൊരു ഫീല്. അപ്പോൾ അതുകൊണ്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ നേരം ഇതേ കണക്ക് മുടി ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിലോട്ട് വേണം ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങളെ വെറുതെ ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതേ കണക്ക് കുറച്ച് സെക്ഷൻ എടുക്കുക, നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കുക. വീണ്ടും കുറച്ച് സെക്ഷൻ എടുക്കുക, സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കുക. അങ്ങനെ സ്കാൽപ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവും. അല്ലാതെ ഒരിക്കലും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും നമ്മുടെ സ്കാൽപ്പിൽ പറ്റത്തില്ല. ഞാനും പണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു മണ്ടത്തരാണ്, മുടിയിൽ അപ്ലൈ ചെയ്യും, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യത്തില്ല. ഇവർ വിചാരിക്കും എന്താ എൻ്റെ മുടി വളരാത്തത്, മുടിക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ എന്താ എൻ്റെ മുടി വളരാത്തതെന്ന് വിചാരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, അതിന് ശേഷം മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതേ കണക്ക് നമ്മുടെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ പോക്കി നമ്മുടെ ഹെയർ നല്ലോണം ഒന്ന് സ്ട്രെയിറ്റ് ആയി കിടക്കാനുള്ള പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കിതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് മൊത്തത്തിൽ എൻ്റെ കൈ കഴിച്ചൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ നല്ല ടൈം എടുത്താൽ അപ്ലൈ ചെയ്ത്, കാരണം മുടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വലിച്ചു പറിച്ചൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ നല്ല സ്പീഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിലും കണ്ട് ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കുക, അപ്ലൈ ചെയ്യുക. വീണ്ടും കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ റിംഗ് ലൈറ്റ് അവിടെ ഇരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ പുതിയ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിച്ച് കുറച്ച് നമ്മൾ അപ്ഡേറ്റഡ് ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ റിംഗ് ലൈറ്റ് മൊത്തത്തിൽ പൊട്ടിപ്പൊളഞ്ഞൊരവസ്ഥയായി പോട്ടോ. പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ കെയർ, സ്കിൻ കെയർ, പിന്നെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്തു. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുടി തണ്ട് ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നീട്ടി പിടിച്ചിട്ട് ആ ഹെയറിൽ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കാൻ മാക്സിമം നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ മുടിയിലും പറ്റൂ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ആക്കി പുരട്ടി കൊടുക്കാമെന്നാണ്. അതേ കണക്ക് കുറച്ച് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ എല്ലാ മുടിയിലും പറ്റൂ. അല്ലാതെ പെട്ടെന്ന് മൊത്തത്തിൽ ഒരു ചുരുട്ടി പിടിച്ചിട്ട് അങ്ങനെ പുരട്ടിക്കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ മുടിയിലും പറ്റത്തില്ല, നമുക്ക് അത്ര റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കുക, കുറച്ചെടുത്ത് പുരട്ടാം. അപ്പം ഞാൻ എന്തായാലും പുരട്ടിയിട്ട് നിങ്ങളെ വന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ തണ്ട് ഇതേ കണക്ക് പുരട്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ അഴിച്ചിടാം. ഒരിക്കലും കെട്ടി വെക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ അഴിച്ചും കിട്ടാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിലിടുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ മുടി അഴിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തോർത്തും എല്ലാം വിരിച്ചിട്ട് അങ്ങനെ ഇടാം. അപ്പം എന്തായാലും കഴുകിയിട്ട് വന്നിട്ട് റിസൾട്ട് കാണിക്കാം. കറക്റ്റ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. ഒരു രക്ഷയില്ല, അടിപൊളി റിസൾട്ട് തന്നെ, അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ഹെയർ നല്ലോണം സ്മൂത്തായിട്ട് കിടക്കാനും സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. ബൈ ഡിയേഴ്സ്, ടാറ്റാ.